നവീകരണത്തിന്റെ ആത്മാവ് സഭയിൽ പ്രവർത്തനനിരതമാകാനുള്ള ചാലകശക്തികളിലൊന്നായി പാസ്റ്ററൽ കൗൺസിൽ മാറണമെന്നും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കൽ രൂപതയുടെ 12ാം പാസ്റ്ററൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മാർ മാത്യു അറക്കൽ. കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പാസ്റ്റർ കൗൺസിലിൽ ബിഷപ്പ് മാർ ജോസ് പൊളിക്കൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ അനുദിനം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ വിശ്വാസ സമൂഹം പ്രാപ്തരാകണം. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനും നിലപാടുകളെടുക്കുവാനും മുന്നോട്ട് വരണമെന്നും അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ വേണമെന്നും മാർ ജോസ് പൊളിക്കൽ പറഞ്ഞു. ദളിത് ക്രൈസ്തവ സമൂഹത്തിന് നീതി ലഭ്യമാക്കണം. സഭയുടെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ദൗത്യമാണ് പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾക്കുള്ളതെന്നും മാർ ജോസ് പൊളിക്കൽ ഓർമ്മപ്പെടുത്തി. പ്രോട്ടോസിഞ്ചലൂസ് റവറൻ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറാളും ചാൻസലറുമായ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി, വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പളാക്കൽ, മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഷെവല്യാർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയോര മേഖലകളിലെ പട്ടയം, ബഫർ സോൺ പ്രശ്നങ്ങൾ, പാഠപുസ്തകങ്ങളിലെ ചരിത്ര സംസ്കരണം, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, യുവതലമുറയുടെ ആഗോള കുടിയേറ്റവും വെല്ലുവിളികളും, കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, രൂപത ജൂബിലി ആഘോഷ പരിപാടികൾ എന്നിവയെക്കുറിച്ച് കൗൺസിൽ ചർച്ച ചെയ്തു. ബഫർ സോൺ സീറോ ബഫർ സോണായി വനാതിർത്തിക്കുള്ളിൽ നിജപ്പെടുത്തണമെന്നും പട്ടയങ്ങളുടെ നിയമസാധുത റദ്ദു ചെയ്യരുതെന്നും ചരിത്ര സത്യങ്ങളെ സംസ്കരിക്കുന്ന വിവിധ ക്ലാസുകളിലെ സാമൂഹ്യ ചരിത്ര പാഠപുസ്തകങ്ങൾ തിരുത്തലുകൾക്ക് വിധേയമാക്കണമെന്നും കൗൺസിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഷെവല്യാർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച പ്രമേയം തീരദേശ ജനതയുടെ ജീവിത പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആനുകാലിക പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം കാണണമെന്നും ന്യായവില പ്രഖ്യാപിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയിൽ കർഷക സമൂഹത്തെ സംരക്ഷിക്കണമെന്നും പാസ്റ്റർ കൗൺസിൽ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി രൂപത 12ാമത് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായി ഡോക്ടർ ജൂബി മാത്യുവിനെ തെരഞ്ഞെടുത്തു. കാഞ്ഞിരപ്പള്ളി രൂപത പിതൃവേദി സെക്രട്ടറി, വിശ്വാസ പരിശീലന കേന്ദ്രം ടെക്നിക്കൽ സപ്പോർട്ടർ, രൂപതയിലെ വിവിധ കമ്മിറ്റികളിലെ അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യം തെളിയിച്ച ഡോക്ടർ ജൂബി മാത്യു അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ, റവറൻ ഡോക്ടർ മാത്യു പായിക്കാട്ട്, ആന്റണി ആലഞ്ചേരി, ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, തോമസ് വെള്ളാപ്പള്ളി, ഡോക്ടർ ജോസ് കല്ലറയ്ക്കൽ, എബ്രഹാം പുതുമന, മാഗി ജോസഫ്, ജോളി ജോസഫ്, പ്രൊഫസർ സാജു കൊച്ചുവീട്ടിൽ, ജോസ് ജോസഫ് വെട്ടിക്കാട് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഷക്കേന ന്യൂസ്, കോട്ടയം.